പോപ്പുലർ ഫ്രണ്ട് തിരിച്ചു വന്നു. പോപ്പുലർ ഫ്രണ്ട് തിരിച്ചു വന്നു എന്ന് വെച്ചാൽ നിയമപ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഒരു നിരോധന സംഘടനയാണ്. പക്ഷേ അത് തിരിച്ചു വരികയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. നമുക്കറിയാമല്ലോ SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടന തന്നെയാണ്, രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് SDPI. പക്ഷേ ഈ SDPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വനിതാ വിഭാഗവും ട്രേഡ് യൂണിയനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ വിമൻ ഇന്ത്യ മൂവ്മെൻറ്റും അതുപോലെ തന്നെ SDTU എന്ന് പറയുന്ന അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയും ഒക്കെ തന്നെ സജീവമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, ഇത്രയും വർഷമായിട്ടും ഇവർക്കൊരു യുവജന വിഭാഗമില്ലായിരുന്നു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല് എന്ന് പറയുന്നത് യുവജന പ്രസ്ഥാനം തന്നെയാണ്. നാളിതുവരെ എന്ത് കാരണത്താലാണ് ഈ SDPIക്ക് യുവജന പ്രസ്ഥാനം ഇല്ലാതിരുന്നത്? കാരണം അത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ UAPA നിയമപ്രകാരം രാജ്യത്ത് നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷവും അവരുടെ അണികളൊക്കെ തന്നെ അവിടെ തന്നെ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരെ നിരോധിച്ചിട്ടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അവരുടെ ആശയത്തിനെ നിരോധിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മംഗലാപുരത്തായിരുന്നു SDPIയുടെ ദേശീയ മീറ്റിംഗ് നടന്നത്. മംഗലാപുരത്ത് അവരുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ അനുവാദം വേണമെന്ന് പറഞ്ഞ കോടതികളിലൊക്കെ പോയെങ്കിലും അനുവാദം കിട്ടിയില്ല. അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ അവരുടെ യുവജന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരിച്ചു വന്നു. നമുക്കറിയാമല്ലോ, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സജീവമായിട്ട് ഈ തെരുവിലിറങ്ങി എല്ലാ സമര പരിപാടികൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരെ ഒന്നും നിരോധിച്ചിട്ടില്ല, സംഘടന മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രമുഖ നേതാക്കന്മാർ മാത്രമാണ് ഈ നിരോധന നിയമപ്രകാരം ജയിലിൽ കിടക്കുന്നത്. ഇപ്പോഴും അവരുണ്ട്. അതുകൊണ്ട് അത് പുനരുജ്ജീവിപ്പിക്കുക, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനം ഒരുങ്ങിയെന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും അങ്ങനെ ധരിച്ചാൽ തെറ്റ് പറയാനൊക്കില്ല. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പകരമായിട്ട് ഇനി യങ് ഡെമോക്രാറ്റ്സ് കേരളത്തിലെ തെരുവുകളിൽ SDPIക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. നമുക്കറിയാമല്ലോ, ഇത് ഏകദേശം ഒരു 1990-കളിലാണ് NDF എന്ന് പറഞ്ഞ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നാണ് ആദ്യത്തെ അതിൻ്റെ പേര്. അതിൽ നിന്നാണ് ഈ സംഘടന രൂപം കൊണ്ടത്. അതുപോലെ തന്നെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഘടന, മനിതി നീതി പസറൈ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സംഘടന, കേരളത്തിലെ ഈ NDF, ഈ 3 സംഘടനകളൂടെ ലയിച്ച് ചേർന്നാണ് ഈ SDPI എന്ന് പറയുന്ന അല്ലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നത്. അവർ പല രീതിയിലും പല ഭാവത്തിലും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ്. അറിയാമല്ലോ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളൊക്കെ റെയ്ഡ് ചെയ്തപ്പോൾ മിഷൻ 2047 തുടങ്ങിയ പദ്ധതികൾ ഈ രാജ്യത്തിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക, അവരുടെ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചത് എന്ന് കണ്ട കാരണത്താലാണല്ലോ UAPA നിയമപ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. അതുകൊണ്ട് അത് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ പരേഡുകളൊക്കെ നടത്തുമായിരുന്നു. നിരോധനത്തിന് ശേഷം അത് സാധിച്ചില്ല. വരും വർഷങ്ങളിൽ ഈ യങ് ഡെമോക്രാറ്റ്സിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇവരുടെ യങ് ഡെമോക്രാറ്റ്സിൻ്റെ പരേഡുകളൊക്കെ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയാണെന്ന് വരുത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വർഷത്തിന് ശേഷം ഈ സംഘടന ഉണ്ടായത്. 2009-ലാണ് SDPI. ഈ 17 വർഷക്കാലവും അവർക്ക് യുവജന പ്രസ്ഥാനം ഇല്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് ഉണ്ടായിരുന്നു. ഏതായിരുന്നു? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. ആ സ്ഥാനം PFIയെ നിരോധിച്ചത് കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു യുവജന പ്രസ്ഥാനത്തിനെ നിരോധിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറേ ഫോർമാലിറ്റികളുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അക്കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമേ നിരോധനം വരത്തുള്ളൂ. അതൊക്കെ അപൂർവമായ സാഹചര്യങ്ങളില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നടന്ന അവരുടെ ദേശീയ കൗൺസിൽ അല്ലെ ദേശീയ മീറ്റിങ്ങിൽ അവർ പ്രഖ്യാപിച്ചു, ഇനി SDPIയുടെ യുവജന സംഘടന യങ് ഡെമോക്രാറ്റ്സ് ആയിരിക്കും എന്ന പേരിൽ പ്രഖ്യാപിച്ചു. അത് വളരെ അപകടകരമായൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത്, ഭാരതത്തിലുണ്ടാക്കുമെന്നുള്ളത് സ്വാഭാവികമായും ഈ നിരോധിത സംഘടനകളെപ്പറ്റി പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് SDPI നിരോധിക്കാത്തത്? SDPI നിരോധിക്കണമെന്നുണ്ടെങ്കിലൊക്കെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനം, ജനാധിപത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ദൗർബല്യവും ഒക്കെ അതാണല്ലോ.
അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവർക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അവർക്ക് മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട്, കോർപ്പറേഷനിൽ കൗൺസിലർമാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ കുറേ നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ച് ചിലപ്പോൾ ഭാവിയിൽ സംഭവിച്ചുകൂടാഴികയൊന്നുമില്ല. അത് നമുക്ക് അന്നേരത്തെ കാണാം. പക്ഷേ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഇത് പുതിയ രൂപത്തിൽ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചില്ലറയല്ല. അതെ. നിലവിൽ തന്നെ വലിയ രൂക്ഷമായിട്ടുള്ള ഭീഷണി കേരളീയ പൊതുസമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വരുന്ന സംഘടന, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ അതിൻ്റെ ഉഗ്രരൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അതെ സമയമാണ്. അതെ അപ്പോൾ ഇങ്ങനെ SDPIയുടെ ഒരു യുവജന സംഘടന കൂടി വന്നു കഴിഞ്ഞാൽ അത് ആളിക്കത്തിക്കാൻ പോകുന്ന ഒരു വിദ്വേഷമുണ്ട്. ആ വിദ്വേഷം വലിയ അപകടമാവില്ലേ? തീർച്ചയായിട്ടും അത് വളരെ അപകടകരമാണ്. നമ്മൾ നോക്കൂ, അവർക്ക് SDTU എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ക്യാമ്പസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നല്ലോ. യുവജന പ്രസ്ഥാനം ഇല്ലാതിരുന്നത് അവർക്ക് ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ കേരളം നമ്മൾ നോക്കൂ, കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് മതമാണ് ഞങ്ങൾക്ക് വലുതെന്ന് ലീഗ് നേതാവ് പ്രസംഗിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഞങ്ങളുടെ ആരാധന പൂർണ്ണമാകണമെങ്കിൽ അതൊരു ഇസ്ലാമിക രാജ്യമാകണമെന്ന് പറയുന്നു. ഇങ്ങനെ നിരവധിയായ കോണുകളിൽ നിന്ന് പല രൂപത്തിലും ഭാവത്തിലുമുള്ള അതിതീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അവരുടേതായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത്. അതിനൊരു ചാലക ശക്തിയായിട്ട് അതിന് കൂടുതൽ പ്രചോദനം നൽകാൻ ഈ യങ് ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം വരുന്നതോടുകൂടി സാധിക്കും. അത് വളരെ അപകടകരമായ സാഹചര്യമാണ്. പുതിയ തലമുറയെ അവരിലേക്ക് ആകർഷിച്ചുകൊണ്ട് അതിതീവ്രമായ രീതിയിൽ തലച്ചോറിനകത്തേക്ക് മതതീവ്രവാദം കടത്തി വിട്ടുകൊണ്ട് 2047 ആകുമ്പോഴേക്കും ഈ ഭാരതത്തിനെയും കേരളത്തിനെയും ഒക്കെ അവരുടെ ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക സംസ്ഥാനവും ഇസ്ലാമിക ഖലീഫറ്റുകളും ഒക്കെ ആക്കി മാറ്റാനുള്ള തീവ്രമായ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ വേഗത കിട്ടാൻ വേണ്ടിയാണ് 17 വർഷക്കാലമായിട്ട് ഇല്ലാതിരുന്ന യുവജന പ്രസ്ഥാനത്തിനെ SDPI യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിൽ പുതിയതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിരോധിത സംഘടനയിലെ പ്രവർത്തകരെല്ലാം തന്നെ അവരുടെ ഒരു സ്വഭാവം അവർ മാറ്റി വെക്കത്തില്ല. അവർ പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ പേര് മാറ്റി അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ യങ് ഡെമോക്രാറ്റ്സ് ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇനിയും വളരെ സജീവമായിട്ട് അവർ ആക്രമണോത്സുകതയോടുകൂടി ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. അതായത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് IS പോയത്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ യങ് ഡെമോക്രാറ്റ്സ് എന്ന് വരുന്ന സംഘടനയുടെ സ്വഭാവം വളരെ അപകടകരമായിരിക്കും. കൂടുതൽ ആൾക്കാർ ഇനി IS പോകാനുള്ള സാധ്യതകളൊക്കെ ഒരുക്കും. ലവ് ജിഹാദിൻ്റെ സാധ്യത കൂടുതൽ കൂടുതൽ അതിനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറില്ലേ? തീർച്ചയായിട്ടും അത് എല്ലാവർക്കും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ലോകത്തുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പറ്റി ശരാശരി അറിവുള്ള ഏതൊരു വ്യക്തിക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലാവാവുന്ന വസ്തുതകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. ലോകത്തെ ഏത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാലും അതിൻ്റെ ഒരറ്റം ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ബോംബ് പൊട്ടിയാലും അഫ്ഗാനിസ്ഥാനിൽ ചാവേർ ആക്രമണം ഉണ്ടായാലും ഒരു മലയാളിയുടെ സാന്നിധ്യമുണ്ട്. സിറിയയിലാണെങ്കിലുണ്ട്. അടുത്ത കാലത്ത് ഈ നമ്മുടെ ശ്രീലങ്കയിൽ പോലും നടന്ന പള്ളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ പോലും കേരളത്തിലെ ബന്ധങ്ങളുണ്ട്. കോയമ്പത്തൂർ സ്ഫോടനത്തിൻ്റെ വേരുകൾ കേരളത്തിലായിരുന്നു. എല്ലാമാണ്. അന്നേരം അതിൻ്റെ സ്വഭാവവും രൂപവും ഒക്കെ മാറത്തക്ക രീതിയിൽ ഈ SDPI വളം വെച്ചു കൊടുത്തുകൊണ്ട് യങ് ഡെമോക്രാറ്റ്സ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അതേ രൂപത്തിലും ഭാവത്തിലും കേരളത്തിൽ പ്രവർത്തിക്കും.